Hi, hello, welcome to Manas's Math Solution. Today we are going to discuss some properties and some examples in the section normal spaces. We have defined the normal spaces, and also we know that every normal spaces are regular. But every regular spaces need not be a normal space. അപ്പോൾ അതിനുള്ളൊരു എക്സാമ്പിളാണ് നമ്മൾ ഈ പറയാൻ പോകുന്നത്. എല്ലാ റെഗുലർ സ്പേസസും നോർമൽ സ്പേസ് ആവണമില്ല. അപ്പോൾ അതിൻ്റെ കൗണ്ടർ എക്സാമ്പിൾ വേണം. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഈ ഒരു സ്പേസ് ഏതാണെന്നും അപ്പോൾ നമ്മളത് പ്രൂവ് ചെയ്യണം റെഗുലർ ആണെന്നും എന്നാൽ നോർമൽ അല്ല എന്നത്. ഓക്കെ, let x denote the real line with the half open interval topology. നമ്മൾ എന്താണ് ചൂസ് ചെയ്തിരിക്കുന്നത്? ഒരു ടോപ്പോളജിക്കൽ സ്പേസ് എക്സ് ചൂസ് ചെയ്യുന്നു. ആൻഡ് ആ ടോപ്പോളജിക്കൽ സ്പേസ് ഏതാണ്? വിച്ച് ഈസ് ദ റിയൽ ലൈൻ ടുഗദർ വിത്ത് ഹാഫ് ഓപ്പൺ ഇൻ്റർവെൽ ടോപ്പോളജി. എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ഹാഫ് ഓപ്പൺ ഇൻ്റർവെൽസ് ജനറേറ്റ് ചെയ്യുന്ന ടോപ്പോളജി ഓൺ ആറിനെയാണ് നമ്മൾ ഹാഫ് ഓപ്പൺ ഇൻ്റർവെൽ ടോപ്പോളജി എന്ന് നെയിം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് റെഗുലർ സ്പേസ് ആണ് എന്നാൽ നോർമൽ സ്പേസ് അല്ലെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ എക്സ് റെഗുലർ സ്പേസ് ആവാനുള്ള കണ്ടീഷൻ എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ T1 സ്പേസ് ആവണം. എന്നാൽ ഒരു കണ്ടീഷൻ കൂടെ വേണം. എന്താണ്? എക്സിലുള്ള ഏത് പോയിൻ്റ് എ എടുത്തു കഴിഞ്ഞാലും ആ പോയിൻറ്റിനെ കണ്ടെയ്ൻ ചെയ്യാത്ത ഏതൊരു ക്ലോസ്ഡ് സെറ്റ് സി എടുത്തു കഴിഞ്ഞാലും നമ്മൾക്ക് എന്ത് വേണം? ദർ എക്സിസ്റ്റ് ടു ഡിസ്ജോയിൻറ്റ് ഓപ്പൺ സെറ്റ്സ് യു ആൻഡ് വി സച്ച് ദാറ്റ് എ ബിലോങ്സ് ടു യു ആൻഡ് സി ഈസ് കണ്ടെയ്ൻഡ് ഇൻ വി. ഇതായിരുന്നു നമ്മൾക്ക് റെഗുലർ സ്പേസ്. ഒരു T1 സ്പേസ് പ്ലസ് ഈ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമ്മൾക്ക് എന്താണ്? അതിനെ റെഗുലർ സ്പേസ് എന്ന് പറയാം. അപ്പോൾ ഇതിന് ഇക്വലൻ്റ് ആയിട്ട് നമ്മൾക്കൊരു റിസൾട്ട് ഉണ്ടായിരുന്നു. ഒരു സ്പേസ് റെഗുലർ ആവാനുള്ളൊരു റിസൾട്ട് എന്താണ്? T1 സ്പേസ് റെഗുലർ ആവാനുള്ള കണ്ടീഷൻ എന്താണ്? ഫോർ എനി പോയിൻ്റ് എ ഇൻ എക്സ് ആൻഡ് ഫോർ എനി ഓപ്പൺ സെറ്റ് യു കണ്ടെയ്നിങ് എ. എനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏത് ഓപ്പൺ സെറ്റ് എടുത്താലും ഈ ഒരു പെയറിന് കറസ്പോണ്ടിങ് ദർ എക്സിസ്റ്റ് ഇൻ ഓപ്പൺ സെറ്റ് W സച്ച് ദാറ്റ് എ ബിലോങ്സ് ടു W ആൻഡ് W ക്ലോഷർ കണ്ടെയ്ൻഡ് ഇൻ U ആയിരിക്കണം. ഇങ്ങനെ ഒരു T1 സ്പേസിന് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ റെഗുലർ സ്പേസ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഈ ഒരു കണ്ടീഷനാണ് ഇവിടെ പ്രൂവ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ടോപ്പോളജിക്കൽ സ്പേസ് റെഗുലർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ ഈ റിസൾട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾക്കിത് T1 സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ T1 സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒന്ന് റിയൽ ലൈൻ വരച്ചിട്ട് നോക്കാം നമ്മൾക്ക്. ഇപ്പോൾ ഞാൻ ആർബിട്രേറ്റ് 2 പോയിൻറ്റ്സ് എ ബി എടുത്തു. അപ്പോൾ ഇത് T1 സ്പേസ് ആണെന്ന് പറയാൻ നമ്മൾക്ക് എന്താണ്? ദർ എക്സിസ്റ്റ് an open set. There exist two open set U and V such that A belongs to U and B does not belongs to U. B belongs to V and A does not belongs to V. ഇത്തരത്തിൽ 2 ഓപ്പൺ സെറ്റ്സ് എക്സിസ്റ്റ് ചെയ്യണം. ഡിസ്ജോയിൻ്റ് കൂടി ആവുകയാണെങ്കിൽ നമ്മളതിനെ T2 സ്പേസ് എന്ന് പറയും. സോ ഞാൻ എ ബി ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ എടുത്തു നോക്കിക്കേ, ക്ലോസ്ഡ് എ ഓപ്പൺ ബി, ക്ലോസ്ഡ് എ ഓപ്പൺ ബി. ആൻഡ് ഒരു കണ്ടീഷനുണ്ട്. ഞാൻ എ ബി ചൂസ് ചെയ്തു, എ ലെസ് ദാൻ ബി, അങ്ങനെയൊക്കെ കുറച്ച് അസംഷൻസ് വരുന്നുണ്ട്. നമുക്ക് സ്റ്റെപ്പിൽ അങ്ങ് നോക്കാം, പ്രൂഫിൻ്റെ സ്റ്റെപ്പിൽ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫിഗറിൽ നോക്കിയാൽ മാത്രം മതി. ഓക്കെ, ഇപ്പോൾ ഞാൻ ക്ലോസ്ഡ് എ ഓപ്പൺ ബി ചൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് എന്താണ്? ഈ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ടോപ്പോളജിയിലുള്ള ഒരു ഓപ്പൺ സെറ്റാണ്. കാരണം ഇത്തരത്തിലുള്ള ഇൻ്റർവെൽസ് ആണ് ആ ടോപ്പോളജി ജനറേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇതിൽ ഏത് വരുന്നുണ്ട്? എ എന്ന് പറയുന്ന പോയിന്റ് വരുന്നുണ്ട്. ഇനി ഞാൻ ക്ലോസ്ഡ് ബി ആൻഡ് ബിനേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള ഏത് നമ്പർ സി എടുത്തു കഴിഞ്ഞാലും ക്ലോസ്ഡ് ബി സി എന്ന് പറയുന്ന ഇൻ്റർവെൽ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെന്താണ്? ബിയും വരുന്നുണ്ട് അല്ലേ? ആൻഡ് ഈ ഫസ്റ്റ് പറഞ്ഞ ഹാഫ് ഓപ്പൺ ഇൻ്റർവെല്ലിൽ ബി വരുന്നില്ല എന്നാൽ എ വരുന്നുണ്ട്. ആൻഡ് സെക്കൻഡ് പറഞ്ഞിരിക്കുന്ന ഹാഫ് ഓപ്പൺ ഇൻ്റർവെല്ലിൽ എന്ത് വരുന്നുണ്ട്? ബി വരുന്നുണ്ട് എന്നാൽ എ വരുന്നില്ല അല്ലേ? അപ്പോൾ ഇതെന്താണ്? ഇത്തരത്തിൽ ഓപ്പൺ സെറ്റ്സ്, ഞാൻ ഇതിനെ യു എന്നും സെക്കൻഡ് വണ്ണിനെ വി എന്നും ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് എന്ത് പറയാം? എ ബിലോങ്സ് ടു U but B does not belongs to U
B belongs to V but A does not belongs to V. അപ്പോൾ ഇത്തരത്തിൽ രണ്ട് ഓപ്പൺ സെറ്റ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു സ്പേസ് T1 സ്പേസ് ആണ്. ആൻഡ് ഇതേ സ്പേസ് തന്നെ നമ്മൾക്ക് എന്തുമാണ് T2 സ്പേസുമാണ്. കാരണം ഞാൻ ഈ ചൂസ് ചെയ്തിരിക്കുന്ന U ആൻഡ് V ഇൻ്റർസെക്ഷൻ എടുത്തത് എന്താണ്, വിച്ച് ഈസ് എം ടി അല്ലേ, ഇൻ്റർസെക്ഷൻ എം ടി ആണ് വരുന്നത്. സോ ദീസ് ആർ ടു ഡിസ്ജോയിൻറ്റ് ഓപ്പൺ സെറ്റ്സ് ആൻഡ് ഹെൻസ് വി ക്യാൻ സേ ദാറ്റ് ദ സ്പേസ് ഈസ് എ T2 സ്പേസ്. ഓക്കെ, അപ്പോൾ നമുക്ക് T1 സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിവിടെ പ്രൂഫായി കഴിഞ്ഞു. ഓക്കെ, ഇനി ഞാൻ ഈ സ്റ്റെപ്സിലോട്ട് വരുമ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു എപ്സിലോണൊക്കെ വെച്ചൊരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. സോ അതൊന്ന് നോക്കാം നമ്മൾക്ക്. ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് എക്സ് ഇസ് എ T1 സ്പേസ്. For that, let 2 points A be in X with A not equal to B and A less than B. And if epsilon is less than B minus A, or epsilon is less than or equal to B minus A, whatever it is, then U is equal to closed A plus epsilon. അപ്പോൾ ഞാൻ ക്ലോസ്ഡ്, ഇപ്പോൾ ഞാൻ അതിനെ തന്നെ ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ A B. അപ്പോൾ ഈ ഡിസ്റ്റൻസിനേക്കാളും എയും ബി മൈനസ് എ എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ബിയും എയും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതിനേക്കാളും ലെസർ ആയിട്ടുള്ള എപ്സിലോൺ ചൂസ് ചെയ്തു. എന്നിട്ട് എന്താണ് എ പ്ലസ് എപ്സിലോൺ എന്ന് പറയുന്നത് എന്താണ്, ആ പോയിന്റ് എപ്പോഴെങ്കിലും എ പ്ലസ് എപ്സിലോൺ എന്ന് പറയുന്ന പോയിന്റ് എപ്പോഴെങ്കിലും ബി ആവാൻ ചാൻസ് ഉണ്ടോ, ഇല്ല. ഇവിടെ ഈക്വൽ ടു ആയിരുന്നെങ്കിൽ ബി ആവുമായിരുന്നു. അപ്പോൾ ഞാനിവിടെ സ്ട്രിക്ട്ലി ലെസ് ദാൻ ബി മൈനസ് എ എന്നാണ് ചൂസ് ചെയ്തിരുന്നെങ്കിൽ അതൊരിക്കലും ബി എന്ന് പറയുന്ന പോയിന്റിൽ എത്തത്തില്ല. അപ്പോൾ അതെന്താണ്, സം പോയിന്റ് ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ബി ആയിരിക്കും. അപ്പോൾ ഞാൻ ക്ലോസ്ഡ് എ ഓപ്പൺ എ പ്ലസ് എപ്സിലോൺ എന്ന് പറയുന്നത് എന്താണ്, ഇതാണ് ആ ഒരു ക്ലോസ്ഡ് ഇൻ്റർവെൽ വരുന്നത്. ക്ലോസ്ഡ് ബി ഓപ്പൺ ബി പ്ലസ് എപ്സിലോൺ എന്ന് പറയുന്നേരം ഇങ്ങനെയും വരും. അപ്പോൾ ഇതിനെ ഞാൻ യു എന്നും ബി എന്നും നെയിം ചെയ്താൽ യുവും വിയും ഡിസ്ജോയിൻ്റ് ഓപ്പൺ സെറ്റ്സ് ആണ്. ആൻഡ് യുവിൽ എ ഉണ്ട്, വിയിൽ ബിയും ഉണ്ട്. സോ ഈ ഒരു സ്പേസ് എന്താണ്, ഡയറക്റ്റ്ലി T2 സ്പേസ് ആയിട്ടാണ് വരുന്നത്. പക്ഷെ നമ്മൾക്ക് എന്താണ് T1 സ്പേസ് ആണെന്നായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്. സോ നമുക്ക് എന്താണ് എക്സ് ഈസ് T1 സ്പേസ് എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾക്ക് റെഗുലർ ആവാനുള്ള ആ ഒരു കണ്ടീഷൻ പ്രൂവ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഒരു റിസൾട്ട് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മളിവിടെ ഈ ഒരു സ്പേസ് റെഗുലർ ആണെന്ന് പ്രൂവ് ചെയ്യുന്നത്. So let A belongs to R and A belongs to U, where U is an open set. ഓക്കെ, ഞാനൊരു പോയിന്റ് ചൂസ് ചെയ്തു, അതിനെ കണ്ടെയ്ൻ ചെയ്യുന്നൊരു ഓപ്പൺ സെറ്റിനെയും കൺസിഡർ ചെയ്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആൻഡ് ഹെൻസ് നമ്മൾക്കറിയാം, ഇപ്പം നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ടോപ്പോളജിക്കൽ സ്പേസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഇൻ്റർവെൽസ് ജനറേറ്റ് ചെയ്യുന്ന ടോപ്പോളജിയാണ്. അപ്പോൾ ഞാൻ യു ഓപ്പൺ സെറ്റാണ്, എ ബിലോങ്സ് ടു യു ആണ്. അപ്പോൾ നമ്മൾക്ക് ഓപ്പൺ സെറ്റ്സിൻ്റെ ഡെഫിനിഷൻ പ്രകാരം അറിയാം, ഇപ്പോൾ ഒരു ഓപ്പൺ സെറ്റ് യു എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നൊരു പോയിന്റ് എ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ദർ എക്സിസ്റ്റ് എ ബേസിസ് എലമെൻറ്റ് ബി സച്ച് ദാറ്റ് എ ബിലോങ്സ് ടു ബി ആൻഡ് ബി കണ്ടെയ്ൻഡ് ഇൻ യു. അപ്പോൾ അത് പ്രകാരം നമ്മൾക്ക് എന്താണ്, ദർ എക്സിസ്റ്റ് ബേസിസ് എലമെൻറ്റ്, അതായത് ഇതാണല്ലോ ജനറേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾക്ക് ഇത്തരത്തിലുള്ളൊരു ഇൻ്റർവെല്ല് എനെ കണ്ടെയ്ൻ ചെയ്യുന്നത് ആൻഡ് കണ്ടെയ്ൻഡ് ഇൻ യു ആയിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മൾക്കൊരു കാര്യം കൂടെ അറിയാം, ഇങ്ങനെയുള്ള ഏത് ഇൻ്റർവെൽ എടുത്തു കഴിഞ്ഞാലും അതിൽ എ പ്ലസ് എപ്സിലോൺ ഫോർ സം എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എ പ്ലസ് എപ്സിലോൺ എന്ന് പറയുന്നത് കണ്ടെയ്ൻഡ് ഇൻ ഈ ഒരു ഹാഫ് ഓപ്പൺ ഇൻ്റർവെൽ ആയിരിക്കുമല്ലോ അല്ലേ. ഇതെങ്ങനെ ചിന്തിച്ചാൽ മതി, ഇത് പോയിൻ്റ് എനെ കണ്ടെയ്ൻ ചെയ്യുന്ന സം ഓപ്പൺ സെറ്റ് ഞാൻ കൺസിഡർ ചെയ്തു. ഈ ഒരു ഏരിയ ഒന്നുമില്ലേ, ഓക്കെ, ഈ റിയൽ ലൈനിൽ തന്നെ വരുന്ന സം ഓപ്പൺ സെറ്റ് ഞാൻ കൺസിഡർ ചെയ്തു. അപ്പോൾ ഞാൻ അങ്ങനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ ഒരു കണ്ടീഷൻ പ്രകാരം എനെ കണ്ടെയ്ൻ ചെയ്യുന്ന സം ഹാഫ് ഓപ്പൺ ഇൻ്റർവെല്ല് എക്സ് വൈ ഉണ്ടായിരിക്കും ആൻഡ് സച്ച് ദാറ്റ് ദ ഹാഫ് ഓപ്പൺ ഇൻ്റർവെൽ എക്സ് വൈ ഈസ് കണ്ടെയ്ൻഡ് ഇൻ യു. ക്ലിയർ? ഇപ്പോൾ ഈ ഡയഗ്രത്തിൽ തന്നെ നോക്കിക്കേ, ഇവിടെ തന്നെ നോക്കിക്കേ, ക്ലോസ്ഡ് എ സം എപ്സിലോൺ ഫോർ സം എപ്സിലോൺ, ഈ ഒരു പോയിന്റ് എ പ്ലസ് എപ്സിലോൺ ആണെന്ന് കരുതുക. ഫോർ സം എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ഞാൻ ഒരു പോയിന്റ് ചൂസ് ചെയ്യുന്നു, എ പ്ലസ് എപ്സിലോൺ. അപ്പോൾ ഈ ക്ലോസ്ഡ് എ ഓപ്പൺ എ പ്ലസ് എപ്സിലോൺ എന്ന് പറയുന്നത് നോക്കിക്കേ, ഈ ക്ലോസ്ഡ് എക്സ് ഓപ്പൺ വൈയിൽ കണ്ടെയ്ൻഡ് അല്ലേ. അപ്പോൾ ഇൻഡയറക്റ്റ് ഞാൻ എന്ത് പറയുന്നു എന്ന് വെച്ചാൽ ഇങ്ങനൊരു ഇൻ്റർവെല്ല് കൺസിഡർ ചെയ്യുന്നില്ല, ഡയറക്റ്റായിട്ട് ഞാൻ പറയുന്നു. ആൻഡ് ഹെൻസ്
there exists a basic open set A. ഇത്തരത്തിലുള്ള എലമെൻറ്റ്സ് ഇതൊക്കെ ബേസിക് ഓപ്പൺ സെറ്റ്സ് അല്ലേ? അപ്പോൾ എ പ്ലസ് എപ്സിലോൺ ആണ്, എക്സ് അല്ല. എ പ്ലസ് എപ്സിലോൺ. ഓക്കെ, സോറി ഒന്നുകൂടി പറയാമേ, ഞാനതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഈ ഒരു എക്സിസ്റ്റൻസ് ഓഫ് ദിസ് ഇൻ്റർവെൽ ക്ലിയർ ആണല്ലോ. then there exists a basic open set closed a plus epsilon for some positive real number epsilon such that this is contained in U. അല്ലേ? യു ഓപ്പൺ സെറ്റ് ആയതുകൊണ്ട് എനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഇത്തരത്തിലുള്ളൊരു ബേസിക് ഓപ്പൺ സെറ്റ് യുവിൽ ഉണ്ടായിരിക്കാം. ഇറ്റ് മേ ബി ഈക്വൽ ടു യു ഓർ വിച്ച് ഈസ് ഫുള്ളി കണ്ടെയ്ൻഡ് ഇൻ യു. എന്ത് വേണമെങ്കിലും ആവാം. ഇതും എ പ്ലസ് എപ്സിലോൺ എന്നാണ് ഉള്ളത്. ഓക്കെ, സോ നമ്മൾക്ക് ഇത്തരത്തിലുള്ളൊരു ഹാഫ് ഓപ്പൺ ഇൻ്റർവെല്ല് യുവിൽ എന്തായാലും കണ്ടെയ്ൻഡ് ആയിരിക്കും. അപ്പോൾ ഞാൻ ആ ഹാഫ് ഓപ്പൺ ഇൻ്റർവെല്ല് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇതിൽ നിന്ന് ഞാൻ എന്ത് പറയുന്നു എന്ന് വെച്ചാൽ ഈ എപ്സിലോൺ ബൈ 2 ഡിസ്റ്റൻസ്, അതായത് എ എന്ന് പറയുന്ന പോയിൻ്റ് എടുത്തു. ഇപ്പോൾ എ പ്ലസ് എപ്സിലോൺ എന്ന് പറയുന്നത് സം പോയിൻ്റ്. ഓക്കെ, ഇപ്പോൾ എപ്സിലോൺ ബൈ 2 ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എ പ്ലസ് എപ്സിലോൺ ബൈ 2 എന്ന് പറയുന്നത് എന്തായാലും സ്ട്രിക്ട്ലി ലെസ് ദാൻ എ പ്ലസ് എപ്സിലോൺ അല്ലേ? അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടി? ഹാഫ് ക്ലോസ്ഡ് ആയിട്ടുള്ള ഈ ഒരു ഇൻ്റർവെല്ല് എ പ്ലസ് എപ്സിലോൺ ബൈ 2 which is completely properly contained in a plus epsilon ആയിരിക്കും. and it is contained in U. It may be equal to U or fully contained in, properly contained in U. അതെന്ത് വേണമെങ്കിലാവാം. ഇങ്ങനൊരു ഇൻ്റർവെൽ എന്തായാലും എക്സിസ്റ്റ് ചെയ്യുമെന്നേ നമ്മൾക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഈ എപ്സിലോണേക്കാളും ലെസ്സർ ആയിട്ടുള്ള ഈ ഒരു പോസിറ്റീവ് നമ്പർ നമ്മൾക്ക് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻ്റർവെല്ല്, ഈ ഹാഫ് ഓപ്പൺ ഇൻ്റർവെൽ എന്താണ്? വിച്ച് ഈസ് ഫുള്ളി പ്രോപ്പർലി കണ്ടെയ്ൻഡ് ഇൻ യു എന്ന് കിട്ടി. ഇതിനെ ഡബ്ല്യു ആയിട്ട് ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് എന്താണ്? ഡബ്ല്യു ഇസ് ഈക്വൽ ടു ക്ലോസ്ഡ് എ പ്ലസ് എപ്സിലോൺ ബൈ 2 ആണ്. ഇത് പ്രോപ്പർലി കണ്ടെയ്ൻഡ് ഇൻ യു ആണ്. ഓക്കെ, ആൻഡ് നോക്കുക, ഡബ്ല്യു ക്ലോഷർ കൺസിഡർ ചെയ്തേ. ഈ ഒരു ഇൻ്റർവെല്ലിൻ്റെ ക്ലോഷർ എന്താണ്? വിച്ച് ഈസ് ദ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ പ്ലസ് എപ്സിലോൺ ബൈ 2 ആൻഡ് ദിസ് ഈസ് ഓൾസോ ഫുള്ളി കണ്ടെയ്ൻഡ് ഇൻ യു ആൻഡ് എ ബിലോങ്സ് ടു ഡബ്ല്യു അല്ലേ? ഇതിൽ നിന്ന് തന്നെ ഉണ്ട് എ ബിലോങ്സ് ടു ഡബ്ല്യു ആണ്. സോ നമ്മൾക്ക് ഇൻ ടോട്ടൽ എന്താണ് കിട്ടിയിരിക്കുന്നത്? ഫോർ എനി പോയിൻ്റ് എ ഇൻ എക്സ് ആൻഡ് ഫോർ എനി ഓപ്പൺ സെറ്റ് യു കണ്ടെയ്നിങ് എ, there exists an open set W such that A belongs to W and W closure is contained in U. So നമ്മൾക്ക് എന്താണ്? ഇവിടെ ഇത്തരത്തിലൊരു ഓപ്പൺ സെറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് കിട്ടി. ഹെൻസ് ദിസ് സ്പേസ് ഈസ് റെഗുലർ. സോ നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഈ ടോപ്പോളജി റെഗുലർ ആണ്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു പ്രൂവ് ദാറ്റ് ദിസ് ടോപ്പോളജി ഈസ് നോർമൽ. ഇതല്ല നമ്മളുടെ ആക്ച്വൽ കൗണ്ടർ എക്സാമ്പിൾ. ഓക്കെ, ഇത് വെച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് ഈ എക്സ് വെച്ചിട്ട് നമ്മൾ പ്രൊഡക്റ്റ് ടോപ്പോളജി ഡിഫൈൻ ചെയ്യും. അതാണ് നമ്മളുടെ കൗണ്ടർ എക്സാം. സോ എക്സ് നോർമലാണ്. കാരണം എക്സ് നമ്മൾ എന്തായിരുന്നു ലോവർ ലിമിറ്റ് ടോപ്പോളജി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പോളജി സെക്കൻഡ് കൗണ്ടബിൾ ആണ്. കാരണം ഇതിനൊരു കൗണ്ടബിൾ ബേസിസ് ഉണ്ട്. ഇത് നമ്മൾ ഫസ്റ്റ് സെമ്മിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സെയിം ടോപ്പോളജിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പോളജിക്ക് എന്താണ്? കൗണ്ടബിൾ ബേസിസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ആക്ച്വലി എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ആറിൻ്റെ കൗണ്ടബിൾ ഡെൻസ് സബ്സെറ്റാണ് ക്യൂ. അപ്പോൾ ഈ ക്യൂ വെച്ചിട്ടാണ് നമ്മൾ അത്തരത്തിലൊരു ആറിൻ്റെ ഒരു ബേസിസ്, ക്യൂവിലുള്ള എലമെൻറ്റ്സ് വെച്ചിട്ടാണ് ആറിന് നമ്മളൊരു ബേസിസ് കൺസ്ട്രക്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ക്യൂ കൗണ്ടബിൾ ആയതുകൊണ്ട് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്ന ബേസിസും കൗണ്ടബിൾ ആയിത്തീരും. ഇത് യൂഷ്വൽ ടോപ്പോളജിയിലായിരുന്നു നമ്മൾ ആക്ച്വലി ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, അങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. സെയിം സ്റ്റെപ്പ് തന്നെ ജസ്റ്റ് ഒരു ഡയറക്ഷൻ മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ടോപ്പോളജിക്കും ഒരു കൗണ്ടബിൾ ബേസിസ് കിട്ടും. അപ്പോൾ ഇത്തരത്തിലൊരു കൗണ്ടബിൾ ബേസിസ് എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് എക്സ് എന്തായിത്തീരും? സെക്കൻഡ് കൗണ്ടബിൾ സ്പേസ് ആണ്. ഓക്കെ, നമ്മൾക്കറിയാം ഇഫ് എ ടോപ്പോളജിക്കൽ സ്പേസ് എക്സ്
is second countable and second countable and എന്താണ് റെഗുലർ ആണെങ്കിൽ ആ സ്പേസ് എന്തായിരിക്കും, നോർമൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു എക്സ് ഈസ് റെഗുലർ. ഇപ്പോൾ എന്താണ് സെക്കൻഡ് കൗണ്ടബിൾ ആണെന്ന് അറിയാം. അപ്പോൾ കമ്പൈനിങ് ദീസ് ടു നമ്മൾക്ക് എന്ത് പറയാം, ബൈ കമ്പൈനിങ് ദീസ് ടു വി ക്യാൻ സേ ദാറ്റ് എക്സ് ഈസ് നോർമൽ. സോ നമ്മളിപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്ന ഈ ലോവർ ലിമിറ്റ് ടോപ്പോളജി അല്ലെങ്കിൽ ഹാഫ് ഓപ്പൺ ഇൻ്റർവൽ ടോപ്പോളജി ഓൺ ആർ ഈസ് നോർമൽ ആൻഡ് റെഗുലർ. ഓക്കെ, സോ നമ്മൾക്കിനി നമ്മളുടെ കൗണ്ടർ എക്സാമ്പിളിലോട്ട് വരാം. നൗ കൺസിഡർ ദ പ്രൊഡക്റ്റ് സ്പേസ് എസ് ഈക്വൽ ടു എക്സ് ക്രോസ് എക്സ്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നെയിം ചെയ്യുന്നത് വെച്ചാൽ സോർജൻ ഫ്രേ പ്ലെയിൻ എന്നാണ് പറയുന്നത്. ഈ പ്രൊഡക്റ്റ് ടോപ്പോളജി ഓൺ ഓൺ R2, ആക്ച്വലി ദിസ് ഇസ് R2 അല്ലേ, R2ലാണ് നമ്മൾ ഈ ഒരു ടോപ്പോളജി ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് സ്പേസിനെ R2ൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഈ ഒരു പ്രൊഡക്റ്റ് സ്പേസിനെ നമ്മൾ എന്താണ്, അല്ലെങ്കിൽ R2 ടുഗദർ വിത്ത് ദിസ് പ്രൊഡക്റ്റ് ടോപ്പോളജിനെ നമ്മൾ എന്ത് പറയുന്നു, സോർജൻ ഫ്രേ പ്ലെയിൻ എന്ന് പറയുന്നു. ആൻഡ് ഇതിൽ വരുന്ന സെറ്റ്സ്, ഈ ഒരു സോർജൻ ഫ്രേ പ്ലെയിൻ അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് സ്പേസിനെ ജനറേറ്റ് ചെയ്യുന്ന സെറ്റ്സ് ഏതാണെന്ന് നമ്മൾക്ക് നോക്കാം. ഓക്കെ, നമ്മൾക്കറിയാം എക്സിലും വൈയിലും. ഇപ്പോൾ എക്സിലുള്ള ഓപ്പൺ സെറ്റ്സ് യു എക്സും വിയിലുള്ള ഓപ്പൺ സെറ്റ്സ് യു വൈയും ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എക്സ് ക്രോസ് വൈയിൽ ആ ഒരു പ്രൊഡക്റ്റ് സ്പേസിനെ ജനറേറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും, യു എക്സ് ക്രോസ് യു വൈ ആണ്. ഇത്തരത്തിലുള്ള എല്ലാ ഓപ്പൺ സെറ്റ്സിൻ്റെയും ക്രോസ് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ക്രോസ് പ്രൊഡക്ട്സ് ജനറേറ്റ് ചെയ്യുന്നതാണ് പ്രൊഡക്റ്റ് സ്പേസ് ആയിട്ട് വരുന്നത് അല്ലേ. ഫൈനൈറ്റിൻ്റെ കേസിൽ ഞാനിതെല്ലാം കുറേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബോക്സ് ടോപ്പോളജിയും പ്രൊഡക്റ്റ് ടോപ്പോളജിയും സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ എക്സ് ക്രോസ് എക്സ് ആണ് വരുന്നത്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് സ്പേസിനെ ജനറേറ്റ് ചെയ്യുന്ന സെറ്റ്സ് ഏതായിരിക്കും, എക്സിലുള്ള ഓപ്പൺ സെറ്റ്സ് ചൂസ് ചെയ്യുക. ഏതാണ്, ഹാഫ് ഓപ്പൺ ഇൻ്റർവൽസ്. എക്സിനെ ജനറേറ്റ് ചെയ്യുന്ന സെറ്റ്സ് ഏതാണ്, ഹാഫ് ഓപ്പൺ ഇൻ്റർവൽസ്. ഇവിടെയും എക്സിന് എന്താണ്, ഹാഫ് ഓപ്പൺ ഇൻ്റർവൽസ് തന്നെയാണ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ CD എന്നെടുക്കുന്നു. അപ്പോൾ ഓപ്പൺ എ ബി അല്ല, ഹാഫ് ഓപ്പൺ ഇൻ്റർവൽ എ ബി ക്രോസ് ഹാഫ് ഓപ്പൺ ഇൻ്റർവൽ CD. ഇതായിരിക്കും എന്ത്, ദിസ് ഈസ് ദ sets which generates the product topology on x cross x. ആ പ്രൊഡക്റ്റ് ടോപ്പോളജിനെ ജനറേറ്റ് ചെയ്യുന്ന എലമെൻറ്റ്സ് ഇതായിരിക്കും. ഇനി ഇതിൻ്റെ ഫിഗർ നോക്കാം നമ്മൾക്ക്. അപ്പോൾ ഞാൻ പ്ലെയിന് കൺസിഡർ ചെയ്തു R2. ഞാൻ ഒരു ഇൻ്റർവെൽ എ ബി, ഹാഫ് ഓപ്പൺ ഇൻ്റർവെൽ എ ബി ചൂസ് ചെയ്തു. ആൻഡ് അനദർ ഹാഫ് ഓപ്പൺ ഇൻ്റർവെൽ സെക്കൻഡ് ആക്സസിലും ചൂസ് ചെയ്തു. ഇത് എക്സ് ആണ്, ഇതും നമുക്കിവിടെ എക്സ് തന്നെയാണ്. അപ്പോൾ CD. അപ്പോൾ ഇതിന് രണ്ടിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് എടുത്താൽ നമ്മൾക്ക് എന്താ വരിക, ഈ ഒരു ഇൻ്റർവെല്ലിൽ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ഈ ഒരു സെറ്റിൽ CD C ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് ഈ പോയിൻറ്റ്സ് എല്ലാം ഉണ്ടായിരിക്കും അല്ലേ. ഇനി ഇതുപോലെ തന്നെ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ഓപ്പൺ ബിയിൽ എ ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് ഈ ഒരു പോയിൻറ്റ്സും ഉണ്ടായിരിക്കും. അപ്പോൾ പിന്നെന്താണ്, ദിസ് ഈസ് എ ബോക്സ് ലൈക്ക് ദിസ്. അപ്പോൾ എ ബി ക്രോസ് CD എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ബോക്സാണ്, ഈ ഒരു റെക്റ്റാങ്കിൾ ആണ് ഇൻറ്റീരിയർ ഉൾപ്പെടെ. പക്ഷേ ഏതുണ്ടാകത്തില്ല, ഈ ഒരു സൈഡ് ഉണ്ടാകത്തില്ല, ഈ ഒരു ബോർഡർ ഉണ്ടായിരിക്കത്തില്ല, ബൗണ്ടറി ഉണ്ടായിരിക്കത്തില്ല. ഓക്കെ, എന്നാൽ ഈ സൈഡിലുള്ള ബൗണ്ടറി ഉണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള സെറ്റ്സ് റെക്റ്റാങ്കിൾസ് ജനറേറ്റ് ചെയ്യുന്നതാണ് നമ്മൾക്കിവിടെ പ്രൊഡക്റ്റ് ടോപ്പോളജി എക്സ് ക്രോസ് എക്സിൽ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ റെക്റ്റാങ്കിൾസും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ റെക്റ്റാങ്കിൾസും ജനറേറ്റ് ചെയ്യുന്ന ഈ ഒരു ടോപ്പോളജിയാണ് നമ്മൾക്ക് സോർജൻ ഫ്രേ പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഇപ്പോൾ നമ്മൾക്ക് സോർജൻ ഫ്രേ പ്ലെയിൻ കിട്ടി. ഇതാണ് നമ്മൾ എന്തെന്ന് പ്രൂവ് ചെയ്യാൻ പോകുന്നത്, റെഗുലർ ആണ് എന്നാൽ എന്തല്ല, നോർമൽ അല്ലെന്ന്. ഈ ഒരു ക്രോസ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് സ്പേസ് റെഗുലർ ആണ്. കാരണം നമ്മൾക്കറിയാം ക്രോസ് പ്രൊഡക്റ്റ് ഓഫ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് സ്പേസ് ഓഫ് റെഗുലർ സ്പേസസ് ആർ റെഗുലർ. അപ്പോൾ നമ്മൾ റെഗുലർ സ്പേസസിൻ്റെ പ്രൊഡക്റ്റ് സ്പേസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് റെഗുലർ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇവിടെ എന്താണ്, എക്സ് റെഗുലർ ആയതുകൊണ്ട് ഈ ഒരു സോർജൻ ഫ്രേ പ്ലെയിനും എന്താണ്, ഈ ഒരു പ്രൊഡക്റ്റ് സ്പേസും റെഗുലർ ആണ്. പക്ഷേ ഇത് നോർമൽ അല്ല. അപ്പോൾ നോർമൽ അല്ല എന്ന് നമ്മൾക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ
അപ്പോൾ അതിന് വേണ്ടിയിട്ട് okay, consider S is regular because it is the product of two regular spaces, but S is not normal. We are going to prove that S is not normal. For that, consider X. X എന്താണ്? സെപ്പറബിൾ ആണ്. X is a separable space because Q is countable dense subset of X. നമ്മളൊരു സ്പേസ് എക്സിനെ സെപ്പറബിൾ എന്ന് പറയണമെങ്കിൽ അതിനൊരു കൗണ്ടബിൾ ഡെൻസ് സബ്സെറ്റ് ഉണ്ടായിരിക്കണം. അപ്പം നമ്മളിവിടെ ഹാഫ് ഓപ്പൺ ഇൻ്റർവൽ ടോപ്പോളജി ഓൺ R കൺസിഡർ ചെയ്യുമ്പോൾ, അതായത് എക്സ്, നമ്മൾ എക്സ് എന്നാണ് ഡിനോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, എക്സ് കൺസിഡർ ചെയ്യുമ്പോൾ Q എന്താണ്? Q is a countable dense subset of X ആണ്. സോ എക്സ് എന്താണ്? എക്സ് സെപ്പറബിൾ ആണ്. എക്സ് സെപ്പറബിൾ ആയതുകൊണ്ട് തന്നെ ആൻഡ് ദ പ്രൊഡക്റ്റ് ഓഫ് ടു സെപ്പറബിൾ സ്പേസസ് ആർ സെപ്പറബിൾ. നമുക്കറിയാം പ്രൊഡക്റ്റ് ഓഫ് ടു സെപ്പറബിൾ സ്പേസസ് സെപ്പറബിൾ ആയിരിക്കും. ആൻഡ് ഇവിടെ എക്സ് സെപ്പറബിൾ ആണ്. സോ ദ പ്രൊഡക്റ്റ് സ്പേസ് എസ് ഇസ് ഈക്വൽ ടു എക്സ് ക്രോസ് എക്സ് ഈസ് സെപ്പറബിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഈ സോർജൻ ഫ്രീ പ്ലെയിൻ അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് സ്പേസ് സെപ്പറബിൾ ആണെന്ന് കിട്ടി. അപ്പോൾ എസ് റെഗുലർ ആണ്, സെപ്പറബിളും ആണ്. ഓക്കെ, നൗ ലെറ്റ് E is equal to set of all ordered pairs x, y in S such that x plus y is equal to 1. എന്ത് ഞാൻ ഈ കൺസിഡർ ചെയ്തിരിക്കുന്നത്? ഈ എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയേഴ്സ് ഇൻ ദിസ് പ്ലെയിൻ വിച്ച് സാറ്റിസ്ഫൈസ് ദിസ് കണ്ടീഷൻ. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ്സ് ഒക്കെ ഏതായിരിക്കും? ഇതാ ഈ ഒരു ലൈനിലുള്ള പോയിന്റ്സ് ആയിരിക്കും. അതായത് 0-1 എന്ന് പറയുന്ന പോയിന്റും 1-0 എന്ന് പറയുന്ന പോയിന്റിലൂടെയും പാസ് ചെയ്യുന്ന ഈ ലൈനിലുള്ള പോയിന്റ്സ് ആണ് ഈ കളക്ഷനിൽ വരിക, അല്ലേ? അപ്പോൾ ഈ എന്ന് പറയുന്നത് എന്താണ്? എക്സാക്ട്ലി ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് നമ്മൾക്ക്. സോ അതുകൊണ്ട് തന്നെ കാർഡിനാലിറ്റി ഓഫ് ഇ എന്ന് പറയുന്നത് എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ അല്ലേ വരുന്നത്. അപ്പോൾ ഇയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും? ആറിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അത്ര തന്നെ എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. So cardinality of E is equal to continuum. Okay, now when we consider the subspace topology on E, നമ്മൾ ഇയിലുള്ള സബ്സ്പേസ് ടോപ്പോളജി കൺസിഡർ ചെയ്യുന്നു. നമ്മൾക്കറിയാം ഇപ്പോൾ ഒരു എക്സ്, ഒരു ടോപ്പോളജിക്കൽ സ്പേസ് എക്സ് എടുത്തു, വൈ എക്സിൻ്റെ സബ്സെറ്റ് ആണെങ്കിൽ നമ്മൾക്ക് സബ്സ്പേസ് ടോപ്പോളജി ഓൺ വൈ ഡിഫൈൻ ചെയ്യാൻ പറ്റും. വൈയിലുള്ള ഓപ്പൺ സെറ്റ്സ് യു വൈ എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ വൈയിലുള്ള എല്ലാ ഓപ്പൺ സെറ്റ്സും ഏത് ഫോമിലായിരിക്കും ഉണ്ടായിരിക്കുക? y intersection some open sets in x, ഈ ഒരു ഫോമിലായിരിക്കും ഉണ്ടായിരിക്കുക. y always സോറി അങ്ങനെയൊന്നല്ല, ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. വൈയിലുള്ള ഓപ്പൺ സെറ്റ്സ്, അതായത് യു വൈ എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഓപ്പൺ സെറ്റ്സ് എല്ലാം ഏത് ഫോമിലായിരിക്കും ഉണ്ടായിരിക്കുക? y intersection യു എക്സ്, വേർ യു എക്സ് ഇസ് ഓപ്പൺ ഇൻ എക്സ്. ഇതുപോലെ എക്സിലുള്ള ഏത് ഓപ്പൺ സെറ്റ് എടുത്തു കഴിഞ്ഞാലും ഈ സെറ്റ്സ് എല്ലാം എന്തായിരിക്കും? വൈയിൽ ഓപ്പൺ ആയിരിക്കും. ഈ ഒരു ഇൻ്റർസെക്ഷൻ വൈയിൽ ഓപ്പൺ ആയിരിക്കും. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒന്ന് ഡയഗ്രം നോക്കാം. ഞാൻ ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് ഞാൻ ഒരു പോയിൻ്റ് എക്സ് വൈ ചൂസ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാനൊരു റെക്റ്റാങ്കിളും ചൂസ് ചെയ്തു. അപ്പോൾ നമ്മൾക്കറിയാം ഈ ഫോമിലുള്ള റെക്റ്റാങ്കിൾ ഏരിയാസ് എല്ലാം എന്താണ്? ഈ എസ്സിൽ ഓപ്പൺ ആണ്. കാരണം എസ്സിനെ ജനറേറ്റ് ചെയ്യുന്നതേ ഈ സെറ്റ്സ് ആണ്. ആൻഡ് ഈ ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്ന റെക്റ്റാങ്കിൾ ഇപ്പോൾ യു എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ യു ഈസ് ഓപ്പൺ ഇൻ എസ് ആൻഡ് യു ഇൻ്റർസെക്ഷൻ ഇ, അതായത് യുവിനും ഇക്കും കോമൺ ആയിട്ട് വരുന്ന പോയിൻ്റ് ഏത് മാത്രമേ ഉള്ളൂ? എക്സ് വൈ മാത്രമേ വരുന്നുള്ളൂ, അല്ലേ? ഈ ഒരു പോയിൻ്റ് എക്സ് വൈ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഈ ഒരു സിംഗിൾട്ടൺ സെറ്റ് ഇയിൽ ഓപ്പൺ ആണ്. ഞാനത് ആർബിട്രേറ്റ് അല്ലേ ഈ ഒരു പോയിന്റ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഞാൻ ഈ സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് ഏത് പോയിന്റ് എക്സ് വൈ എടുത്തു കഴിഞ്ഞാലും സിംഗിൾട്ടൺ സെറ്റ് എക്സ് വൈ എന്തായിരിക്കും? വിച്ച് ഈസ് ഓപ്പൺ ഇൻ ഇ ആയിരിക്കും. അപ്പോൾ എല്ലാ സിംഗിൾട്ടൺസും ഒരു ടോപ്പോളജിയിൽ ഓപ്പൺ ആണെങ്കിൽ ആ ടോപ്പോളജി എന്തായിരിക്കും? വിച്ച് ഈസ് ഡിസ്ക്രീറ്റ്. ഓക്കെ,
ഞാൻ ഈ ഡയഗ്രത്തിൽ ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ ചൂസ് ചെയ്യാൻ പറഞ്ഞില്ലേ, ആ റെക്റ്റാങ്കിളിനെയാണ് നമ്മളിവിടെ ഇങ്ങനെ നെയിം ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾക്ക് എന്താണ്, when we consider the subspace topology on E, let xy belongs to E, then this is an open set in S for epsilon and epsilon dash greater than 0, and if I denote this open set as U, then U intersection E is equal to singleton set xy, and by the definition of open sets in a subspace topology we can say that this is open in E. So every singleton sets are open in E, therefore the topology on E is the discrete topology. Okay, അപ്പോൾ ഡിസ്ക്രീറ്റ് ടോപ്പോളജിയാണ് ആ ഒരു സബ്സ്പേസ് ടോപ്പോളജി ഓൺ ഇ എന്ന് നമ്മൾക്ക് കിട്ടി. ഇനിയിപ്പോൾ നമ്മൾ സബ്സ്പേസ് ടോപ്പോളജി അല്ലെങ്കിൽ ഒരു ടോപ്പോളജി ഡിസ്ക്രീറ്റ് ടോപ്പോളജി ആണെങ്കിൽ ആ ഒരു ടോപ്പോളജിയിൽ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ സബ്സെറ്റിലുള്ളത് ഡിസ്ക്രീറ്റ് ടോപ്പോളജി ആണെങ്കിൽ, സപ്പോസ് എക്സ് ഈസ് എ ടോപ്പോളജി ആൻഡ് വൈ ഈസ് എ സബ്സെറ്റ് ഓഫ് എക്സ്, ആൻഡ് വൈയിൽ വരുന്ന ആ ഒരു സബ്സ്പേസ് ടോപ്പോളജി ഡിസ്ക്രീറ്റ് ടോപ്പോളജി ആണെങ്കിൽ വൈക്ക് എക്സിൽ ഒരു ലിമിറ്റ് പോയിൻറ്റും എക്സിസ്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ അത് പ്രകാരം നമ്മൾക്കിവിടെ എന്ത് പറയാം, ഇപ്പോൾ നമ്മൾക്കിവിടെ ഇ എന്താണ്, ഇയിൽ വരുന്ന സബ്സ്പേസ് ടോപ്പോളജി എന്താണ്, ഡിസ്ക്രീറ്റ് ടോപ്പോളജിയാണ്. അതുകൊണ്ട് തന്നെ ഇക്ക് എന്തില്ല, ലിമിറ്റ് പോയിൻറ്റ്സേ വരുന്നില്ല. സോ ഇ ഹാസ് നോ ലിമിറ്റ് പോയിൻറ്റ്സ് ഇൻ വേർ, എവിടെയാണ്, എസ്. ഇനി നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന, ഇതുവരെ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളൊന്ന് ലിസ്റ്റ് ചെയ്യാം. വാട്ട് ആർ ദ തിങ്സ് ഹിയർ? എസ് ഇസ് ദ Sorgen-Frey plane and which is generated by the sets so Sorgen-Frey plane is the product topology and it is the topology on R2 which is generated by these types of rectangles. And നമ്മൾക്ക് എസ് എന്താണെന്ന് കിട്ടി, എസ് സെപ്പറബിൾ ആണെന്ന് കിട്ടി ആൻഡ് റെഗുലറും ആണ്. ഓക്കെ, ആൻഡ് ഇവിടെ നമ്മൾക്ക് ഇ എന്ന് പറയുന്നത് എന്താണ്, വിച്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് എസ് ആണ്, ആൻഡ് കാർഡിനാലിറ്റി ഓഫ് എസ് ഇ എന്ന് പറയുന്നത് എന്താണ്, വിച്ച് ഈസ് ഈക്വൽ ടു കോണ്ടിന ആണ്, ആൻഡ് എന്താണ്, ഇ ഹാസ് നോ ലിമിറ്റ് പോയിൻറ്റ്സ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്കൊരു റിസൾട്ട് ഉണ്ട്, എന്താണ്, എക്സ് ഫോർ സം ടോപ്പോളജിക്കൽ സ്പേസ് എക്സ് സെപ്പറബിളും നോർമലും ആണെങ്കിൽ എക്സിൻ്റെ ഏത് സബ്സെറ്റ് ഇ എടുത്താലും വിത്ത് വാട്ട്, എന്താണ് കണ്ടീഷൻ, കാർഡിനാലിറ്റി ഓഫ് ഇ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി. ഇത്തരത്തിൽ കാർഡിനാലിറ്റി വരുന്ന ഏത് സബ്സെറ്റ്, എക്സിൻ്റെ ഏത് സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാലും ആ സബ്സെറ്റിന് എക്സിൽ ലിമിറ്റ് പോയിൻ്റ് എക്സിസ്റ്റ് ചെയ്യും എന്നാണ് ആ റിസൾട്ട് പറയുന്നത്. എന്താണ്, when we consider a separable normal space, then for any subset E of x with cardinality greater than or equal to the continuum, then E has a limit point in x. ഇപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന എസ് എന്താണ്, സെപ്പറബിൾ ആണ്, ആൻഡ് ഇ എന്ന് പറയുന്നൊരു സബ്സെറ്റ് ഉണ്ട് വിത്ത് കാർഡിനാലിറ്റി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി. അപ്പോൾ ഇക്ക് ലിമിറ്റ് പോയിൻ്റ് ഇല്ലെന്ന് കിട്ടി. നോർമൽ ഈ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു സെറ്റ്, ഈ ഒരു സ്പേസ് എസ് നോർമൽ ആയിരുന്നുവെങ്കിൽ നമ്മൾക്ക് ഇക്ക് എന്തായാലും ലിമിറ്റ് പോയിൻ്റ് എക്സിസ്റ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഇക്ക് ലിമിറ്റ് പോയിൻ്റ് എക്സിസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് നമ്മൾക്ക് എന്താണ്, എസ് നോർമൽ അല്ല. അതായത് നമ്മൾ ഈ ചൂസ് ചെയ്തിരിക്കുന്ന Sorgen-Frey പ്ലെയിൻ എന്ന് പറയുന്നത് എന്തല്ല, നോർമൽ അല്ല. നോർമൽ ആയിരുന്നെങ്കിൽ എന്തായി തരുമായിരുന്നു, നമ്മൾ ഈ ചൂസ് ചെയ്തിരിക്കുന്ന ഇക്ക് ലിമിറ്റ് പോയിൻ്റ് എക്സിസ്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ലിമിറ്റ് പോയിൻ്റ് ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഇവിടെ വയലേറ്റ് ചെയ്യുന്ന കണ്ടീഷൻ എന്തായിരിക്കും, നോർമൽ. ആ ഒരു സ്പേസ് എന്തല്ല, നോർമൽ അല്ല. സോ എസ് ഈസ് റെഗുലർ ബട്ട് ഇറ്റ് ഈസ് നോട്ട് നോർമൽ. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് റെഗുലർ ആണ് എന്നാൽ നോർമൽ അല്ലാത്തതിനൊരു എക്സാമ്പിൾ കിട്ടി. ആൻഡ് അതിൻ്റെ കൂടെ ഒന്നിന് കൂടെയുള്ള ഒരു എക്സാമ്പിളാണ് ഈ എഴുതിയിരിക്കുന്നത്. എന്താണ്, നമ്മൾക്ക് ഇതുവരെ നമ്മൾ പ്രൂവ് ചെയ്തു പ്രൊഡക്റ്റ് സ്പേസ് ഓഫ്
regular spaces are regular, product spaces of Hausdorff spaces are Hausdorff, product spaces of T0 and T1 spaces are also T0 and T1 respectively. പക്ഷേ ഇവിടെ നോക്കിക്കേ എക്സ് നോർമൽ സ്പേസ് ആണ്, പക്ഷേ എക്സ് ക്രോസ് എക്സ് എന്തല്ല, വിച്ച് ഈസ് നോട്ട് നോർമൽ. അപ്പോൾ പ്രൊഡക്റ്റ് സ്പേസ് ഓഫ് നോർമൽ സ്പേസസ് നീഡ് നോട്ട് ബി എ നോർമൽ സ്പേസ്. പ്രൊഡക്റ്റ് സ്പേസ് എന്താവണമെന്നില്ല, നോർമൽ സ്പേസസ് ആവണമെന്നില്ല. പ്രൊഡക്റ്റ് സ്പേസ് ഓഫ് നോർമൽ സ്പേസസ് നോർമൽ സ്പേസ് ആവണമെന്നില്ല. അതിന് കൂടെ ഉള്ളൊരു എക്സാമ്പിളാണ് ഈ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത റിസൾട്ട് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് നോക്കാം. എവറി മെട്രിക് സ്പേസ് ഈസ് നോർമൽ. എല്ലാ മെട്രിക് സ്പേസസും നോർമൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ എന്താണ് വേണ്ടത്, ആർബിട്രേറ്റ് ഒരു മെട്രിക് സ്പേസ് എക്സ് ഡി ചൂസ് ചെയ്യണം. എക്സ് ഡിയിലുള്ള ഏത് ഡിസ്ജോയിൻറ്റ് ക്ലോസ്ഡ് സെറ്റ്സ് എ ബി എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ടു ഡിസ്ജോയിൻറ്റ് ഓപ്പൺ സെറ്റ്സ് യു വി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് വിത്ത് എ കണ്ടെയ്ൻഡ് ഇൻ യു ആൻഡ് ബി കണ്ടെയ്ൻഡ് ഇൻ വി. ഇതാണ് നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ലെറ്റ് എ ആൻഡ് ബി ബി ഡിസ്ജോയിൻറ്റ് ക്ലോസ്ഡ് സബ്സെറ്റ്സ് ഓഫ് എ മെട്രിക് സ്പേസ് എക്സ് ഡി. ഓക്കെ, ഞാനൊരു 2 ക്ലോസ്ഡ് സബ്സെറ്റ്സ് കൺസിഡർ ചെയ്തു. അപ്പോൾ ഞാൻ ഇതിനെ ഇങ്ങനെ ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, ക്ലോസ്ഡ് എയും ക്ലോസ്ഡ് സെറ്റ് എയും ക്ലോസ്ഡ് സെറ്റ് ബിയും കൺസിഡർ ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ എയിൽ നിന്ന് ഞാൻ ഒരു പോയിൻ്റ് എക്സ് ചൂസ് ചെയ്തു. ഈ പോയിൻറ്റും ഈ ക്ലോസ്ഡ് സെറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. സപ്പോസ് ഇറ്റ് ഈസ് ഡെൽറ്റ എക്സ്. അങ്ങനെയാണെങ്കിൽ എക്സ് സെൻറ്റർ ആയിട്ട് വരുന്ന ഡെൽറ്റ എക്സ് റേഡിയസ് ഉള്ള ഓപ്പൺ ബോൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഓപ്പൺ ബോൾ എങ്ങനെയായിരിക്കും ഉണ്ടാവുക, ബി ഓഫ് എക്സ് ഡെൽറ്റ എക്സ്. ഇത് ബിയുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യത്തില്ല അല്ലേ. ബി ഓഫ് എക്സ് ഡെൽറ്റ എക്സ് ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും, വിച്ച് ഈസ് എം ടി. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ക്ലോസ്ഡ് സെറ്റ് എയിൽ നിന്ന് ഏത് പോയിൻ്റ് എടുത്തു കഴിഞ്ഞാലും ഇങ്ങനെ ഇൻ്റർസെക്ഷൻ എം ടി ആയിട്ട് വരുന്ന രീതിയിലൊരു ഓപ്പൺ ബോൾ എബൌട്ട് എക്സ് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇൻ ദ സെയിം വേ നമ്മൾക്ക് എക്സ് എയിൽ നിന്ന് എക്സ് എടുത്ത് പറഞ്ഞതുപോലെ തന്നെ ബിയിൽ നിന്ന് ഞാൻ ആർബിട്രേറ്റഡ് പോയിൻ്റ് വൈ എടുത്തു കഴിഞ്ഞാൽ വൈയും എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡെൽറ്റ വൈ ആണെന്ന് സപ്പോസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ വൈ സെൻറ്ററും ഡെൽറ്റ വൈ റേഡിയസ് ഉള്ള ഓപ്പൺ ബോൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതെന്താണ്, ഡിസ്ജോയിൻറ്റ് ഫ്രം എ ആയിരിക്കും. അപ്പോൾ ആ ഓപ്പൺ ബോളിനെ നമ്മൾക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം, ബി ഓഫ് വൈ ഡെൽറ്റ വൈ എന്ന് ഡിനോട്ട് ചെയ്യാം. സോ ബി ഓഫ് വൈ ഡെൽറ്റ വൈ ഇൻ്റർസെക്ഷൻ എ എന്ന് പറയുന്നത് എന്തായിരിക്കും, എം ടി ആയിരിക്കും. ഇതുപോലെ എനിക്ക് ബിയിൽ നിന്ന് ഏത് എലമെൻറ്റ് വൈ എടുത്താലും ഇത്തരത്തിൽ ഇൻ്റർസെക്ഷൻ എം ടി ആയിട്ട് വരുന്ന രീതിയിലൊരു ഓപ്പൺ ബോൾ എന്തായാലും എക്സിസ്റ്റ് ചെയ്യും. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഫോർ ഈച്ച് എക്സ് ഇൻ എ ഈ റേഡിയസ് ഉണ്ടല്ലോ അതിൻ്റെ ഹാഫ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ബി ഓഫ് എക്സ് 1/2 ഡെൽറ്റ എക്സ് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഈ ഇത്തരത്തിലുള്ള ഓപ്പൺ ബോൾസിൻ്റെ എല്ലാം യൂണിയൻ എടുക്കുക. ഞാൻ അതിനെ യു എന്ന് ഡിനോട്ട് ചെയ്തു. ഇതുപോലെ തന്നെ ഞാൻ ബി ഓഫ് വൈ ഡെൽറ്റ വൈ എടുത്തു. ഡെൽറ്റ വൈൻ്റെ ഹാഫ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ബി ഓഫ് വൈ 1/2 ഡെൽറ്റ വൈ. ഇത്തരത്തിലുള്ള ഓപ്പൺ ബോൾസിൻ്റെ യൂണിയനെ ഞാൻ വി എന്ന് ഡിനോട്ട് ചെയ്തു. ഓക്കെ, സോ യു ഈസ് ഈക്വൽ ടു യൂണിയൻ ഓവർ എക്സ് ഇൻ എ ബി ഓഫ് എക്സ് 1/2 ഡെൽറ്റ എക്സ് ആൻഡ് വി എന്ന് പറയുന്നത് എന്താണ്, വിച്ച് ഇസ് ഈക്വൽ ടു യൂണിയൻ ഓവർ വൈ ഇൻ ബി ഓഫ് വൈ 1/2 ഡെൽറ്റ വൈ. അപ്പോൾ ഇതെല്ലാം ഓപ്പൺ ബോൾസ് ആയതുകൊണ്ട് ഓപ്പൺ ബോൾസിൻ്റെ യൂണിയൻ ഓപ്പൺ ആയതുകൊണ്ട് യുവും വിയും ഓപ്പൺ ആണ്. ഇനി എക്സിൽ നിന്ന് ഏത് പോയിൻ്റ് എടുത്തു കഴിഞ്ഞാലും അത് സെൻറ്ററായിട്ട് വരുന്നൊരു ഓപ്പൺ ബോൾ ഈ ഒരു യൂണിയനിൽ വരുന്നുണ്ട്. സോ നമ്മൾക്ക് എന്താണ്, എയിലുള്ള എല്ലാ എലമെൻറ്റ്സും യുവിലുണ്ട്. സോ എ ഈസ് കണ്ടെയ്ൻഡ് ഇൻ യു. അതുപോലെ തന്നെ ബി ഈസ് ഓൾസോ കണ്ടെയ്ൻഡ് ഇൻ വി. അപ്പോൾ യുവും വിയും ഓപ്പൺ സെറ്റ്സ് ആണ് വിച്ച് കണ്ടെയ്ൻസ് എ ആൻഡ് ബി റെസ്പെക്റ്റീവ്ലി. ഇനി നമ്മൾക്ക് എന്തുകൂടെ പ്രൂവ് ചെയ്യണം, യു ഇൻ്റർസെക്ഷൻ വി ഈസ് ഈക്വൽ ടു എം ടി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഫോർ ഇഫ് യു ഇൻ്റർസെക്ഷൻ വി ഇസ് നോൺ എം ടി. ഓക്കെ, യു ഇൻ്റർസെക്ഷൻ വി നോൺ എം ടി ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ വിച്ച് മീൻസ് ദർ ഈസ് എ എക്സ് ഇൻ എ ആൻഡ് വൈ ഇൻ ബി സച്ച് ദാറ്റ് ബി ഓഫ് എക്സ് 1/2 ഡെൽറ്റ എക്സ് ഇൻ്റർസെക്ഷൻ ബി ഓഫ് വൈ 1/2 ഡെൽറ്റ വൈ ഈസ് നോൺ എം ടി അല്ലേ.
നമ്മൾ എന്താണ് അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നത്? യു ഇൻ്റർസെക്ഷൻ വൈ ഈസ് നോൺ എം ടി എന്നല്ലേ അസ്യൂം ചെയ്തത്? അതായത് ഈ രണ്ട് യൂണിയൻസിൻ്റെ ഇൻ്റർസെക്ഷൻ നോൺ എം ടി. അപ്പോൾ ഈ രണ്ട് യൂണിയൻസിൻ്റെ ഇൻ്റർസെക്ഷൻ നോൺ എം ടി എന്ന് വെച്ചാൽ എന്താണ്? ഇതിലുള്ള സം ഓപ്പൺ ബോൾസ് ഈ യൂണിയനിലുള്ള സം ഓപ്പൺ ബോൾസുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. So we can say that there exists an x in A and y in B such that the intersection of these two balls are non-empty. Okay. അപ്പോൾ ഞാൻ d of xy കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ d of xy കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ d of xy കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ എക്സ് ഇവിടെയുള്ള പോയിൻ്റാണ് അല്ലേ, വൈ ഇവിടെയുള്ള പോയിൻറ്റും ഒക്കെ. അപ്പോൾ നമ്മൾക്ക് എക്സും വൈയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? എന്തിനേക്കാൾ ലെസ്സറാണ്? വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 ഡെൽറ്റ എക്സ് പ്ലസ് 1/2 ഡെൽറ്റ വൈ ആയിരിക്കും അല്ലേ? അതെങ്ങനെയാണ് നമ്മൾക്ക് വരുന്നത്? ഈ ഒരു ഫിഗർ നോക്കുക. ഞാൻ എന്താണ് ബി ഓഫ് എക്സ് 1/2 ഡെൽറ്റ എക്സും ബി ഓഫ് വൈ 1/2 ഡെൽറ്റ വൈയും ഈ രണ്ട് ബോൾസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് അസ്യൂം ചെയ്തത്. അപ്പോൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഫോമിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ എക്സും വൈയും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് ഈ ഒരു ഫോമിൽ ഈ ഒരു സ്ട്രേറ്റ് ലൈനിൻ്റെ ലെങ്ത് ആയിട്ട് വരും. അപ്പോൾ അതിനാണ് നമ്മൾ ഡിസ്റ്റൻസ് ഓഫ് എക്സ് വൈ, ഡി ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് എന്നല്ല നമ്മൾ ആക്ച്വലി പറയുക ഡി ഓഫ് എക്സ് വൈ ആണ്. ഇപ്പോൾ ഡി ഓഫ് എക്സ് വൈ കാൽക്കുലേറ്റ് ചെയ്യും. ഡി ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞ് നോക്കിക്കേ, നമ്മൾക്ക് 1/2 ഡെൽറ്റ എക്സ് എന്ന് പറയുമ്പോൾ എക്സ് മുതൽ ഇതാ എക്സ് തൊട്ട് ഇതാ ഇവിടെ വരെയുള്ള ലെങ്ത്താണ് വരുന്നത്. ഇനി 1/2 ഡെൽറ്റ വൈ എന്ന് പറയുന്ന നേരം ഇവിടെ മുതൽ വൈ മുതൽ ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസും അല്ലേ. അപ്പോൾ ഞാൻ ഡി ഓഫ് എക്സ് വൈ ഇതവിടെ നോക്കുക, ഈ എഴുതിയിരിക്കുന്നത് ഡി ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് നോക്കിക്കേ, ഈ ഡയഗ്രത്തിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്. ഡി ഓഫ് എക്സ് വൈ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 ഡെൽറ്റ എക്സ് പ്ലസ് 1/2 ഡെൽറ്റ വൈ. ഇനി ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എന്താണ് നോക്കിക്കേ, ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് നമ്മൾക്ക് എന്തിനേക്കാളും ലെസ്സറായിരിക്കും? എക്സും വൈയും തമ്മിലുള്ള ഡിസ്റ്റൻസിനേക്കാളും ലെസ്സറായിരിക്കും അല്ലേ. സോ ഡെൽറ്റ എക്സ് ഇസ് ലെസ് ദാൻ, സ്ട്രിക്ട്ലി ലെസ് ദാൻ ഡി ഓഫ് എക്സ് വൈ ആണ് അല്ലേ. അപ്പോൾ നമ്മൾക്ക് എന്താണ് ഡെൽറ്റ എക്സ്, അത് എവിടെ നിന്നാണ് കിട്ടിയിരിക്കുന്നത്? ഡെൽറ്റ എക്സ് ഞാൻ അസ്യൂം ചെയ്തു വിച്ച് ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് എക്സ് ബി. അതായത് എന്ത് വരും? ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ഓഫ് ഡി ഓഫ് എക്സ് വൈ സച്ച് ദാറ്റ് വൈ ബിലോങ്സ് ടു വാട്ട്? വൈ ബിലോങ്സ് ടു ബി. അപ്പോൾ ഈ ബി എന്ന് പറയുന്നത് ക്ലോസ്ഡ് സെറ്റും എക്സ് ബിയിലുള്ളൊരു എലമെൻറ്റും അല്ലാത്തത് കൊണ്ട് നമ്മൾക്ക് എന്താണ് ഈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എന്തായാലും എന്തായിരിക്കും? ദിസ് ഈസ് ക്ലിയർലി സ്ട്രിക്ട്ലി ലെസ് ദാൻ ഡി ഓഫ് എക്സ് വൈ ആയിരിക്കും. ഫോർ എനി വൈ ഇൻ ബി ഈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി ലെസ് ദാൻ ഡി ഓഫ് എക്സ് വൈ ആയിരിക്കും. നിങ്ങൾ ഈ ഒരു പാർട്ട് മുൻപേ നമ്മൾ ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഫ്രം എ സെറ്റൊക്കെ ഡിഫൈൻ ചെയ്തിട്ടില്ല, ആ ഒരു സെക്ഷനിൽ പോയി നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പറയാം ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി ലെസ് ദാൻ ഡി ഓഫ് എക്സ് വൈ ആണ്. അതുപോലെ തന്നെ ഡെൽറ്റ വൈയും സ്ട്രിക്ട്ലി ലെസ് ദാൻ ഡി ഓഫ് എക്സ് വൈ ആയിരിക്കും. സോ ദിസ് ഈസ് ലെസ് ദാൻ, സ്ട്രിക്ട്ലി ലെസ് ദാൻ 1/2 ഡി ഓഫ് എക്സ് വൈ പ്ലസ് 1/2 ഡി ഓഫ് എക്സ് വൈ. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്താൽ എന്താ കിട്ടുന്നത്? ഡി ഓഫ് എക്സ് വൈ. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടി നോക്കിക്കേ, ഡി ഓഫ് എക്സ് വൈ ഈസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ ഡി ഓഫ് എക്സ് വൈ എന്ന് കിട്ടി, വിച്ച് ഇസ് എ കോൺട്രഡിക്ഷൻ. അപ്പോൾ നമ്മൾക്ക് എന്ത് അസ്യൂം ചെയ്തപ്പോഴാണ് ഈ കോൺട്രഡിക്ഷൻ കിട്ടിയിരിക്കുന്നത്? യു ഇൻ്റർസെക്ഷൻ വി ഇസ് നോൺ എം ടി എന്ന് അസ്യൂം ചെയ്തപ്പോൾ. സോ നമ്മുടെ അസംഷൻ റോങ് ആണ്, വിച്ച് ഇംപ്ലൈസ് യു ഇൻ്റർസെക്ഷൻ വി ഇസ് ഈക്വൽ ടു എം ടി. അപ്പോൾ ഏത് രണ്ട് ക്ലോസ്ഡ് സെറ്റ്സ് ചൂസ് ചെയ്താലും നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ യുവും വിയും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ യുവും വിയും എന്തായിരിക്കും? ഡിസ്ജോയിൻറ്റ് ഓപ്പൺ സെറ്റ്സ് കണ്ടെയ്നിങ്
എ ആൻഡ് ബി റെസ്പെക്റ്റീവ്ലി ആയിരിക്കും. സോ നമ്മൾക്ക് എന്ത് ഫൈനലൈസ് ചെയ്യാം, കൺക്ലൂഡ് ചെയ്യാം, എക്സ് ഈസ് നോർമൽ. ഓക്കെ, ഇനി നമ്മൾ ഒരു റിസൾട്ട് കൂടെ ഉണ്ട്. അതോടുകൂടി ഈ ഒരു സെക്ഷൻ ഇവിടെ കംപ്ലീറ്റ് ആവും. നോർമൽ സ്പേസ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ ഇവിടെ കംപ്ലീറ്റ് ആവും. സോ ദിസ് ആക്ച്വലി എ ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് every closed subspace of a normal space is normal. Show that every closed subspace of a normal space is normal. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സപ്പോസ് y is contained in x. Suppose y is contained in x and which is closed. Suppose y is a closed subspace of x. അപ്പോൾ നമ്മളൊരു ക്ലോസ്ഡ് സബ്സ്പേസ് ഇവിടെ ചൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് y നോർമൽ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ഇക്വലൻ്റ് ആയിട്ട് എന്താ വേണ്ടത്, വൈയിൽ നിന്ന് ഏത് ഡിസ്ജോയിൻറ്റ് ക്ലോസ്ഡ് സെറ്റ്സ് എ ബി എടുത്താലും വൈയിൽ തന്നെ 2 ഡിസ്ജോയിൻറ്റ് ഓപ്പൺ സെറ്റ്സ് യു വൈയും വി വൈയും എക്സിസ്റ്റ് ചെയ്യണം വിത്ത് എ കണ്ടെയ്ൻഡ് ഇൻ യു വൈ ആൻഡ് ബി കണ്ടെയ്ൻഡ് ഇൻ വി വൈ. ഇതാണ് നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഞാൻ എന്താണ് വൈയിലുള്ള 2 ക്ലോസ്ഡ് സെറ്റ്സ് എ ബി ചൂസ് ചെയ്തു. നമ്മൾക്കറിയാം സബ്സ്പേസ് ടോപ്പോളജിയിലുള്ള ക്ലോസ്ഡ് സെറ്റ്സ് എ ബി എടുക്കുകയാണെങ്കിൽ ആ ക്ലോസ്ഡ് സെറ്റ്സ് ഏത് ഫോമിലായിരിക്കും ഉണ്ടായിരിക്കുക, സി ഇൻ്റർസെക്ഷൻ വൈ ആൻഡ് ഡി ഇൻ്റർസെക്ഷൻ വൈ ഫോർ സം ക്ലോസ്ഡ് സെറ്റ്സ് സി ആൻഡ് ഡി ഇൻ എക്സ് ആയിരിക്കും അല്ലേ. വൈയിലുള്ള ഏത് ക്ലോസ്ഡ് സെറ്റ്സ് എടുത്തു കഴിഞ്ഞാലും അത് ഈ ഒരു ഫോമിലായിരിക്കും ഉണ്ടായിരിക്കുക, ഫോർ സം ക്ലോസ്ഡ് സെറ്റ് സി ആൻഡ് ഡി ഇൻ എക്സ്. അപ്പോൾ നോക്കിക്കേ, എ എന്ന് പറയുന്നത് എന്താണ്, സി ഇൻ്റർസെക്ഷൻ വൈ ആണ്. ബി എന്ന് പറയുന്നത് എന്താണ്, ഡി ഇൻ്റർസെക്ഷൻ വൈ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇനി നോക്കുക. ഇനി നമ്മൾ ടോപ്പോളജിക്കൽ സ്പേസ് എക്സിൽ നോക്കുമ്പോൾ എയും ബിയും എക്സിൻ്റെ സബ്സെറ്റുകളാണ്. ആൻഡ് എ എന്ന് പറയുന്നത് എന്താണ്, സി ഇൻ്റർസെക്ഷൻ വൈ. സി ക്ലോസ്ഡ് സെറ്റാണ്, വൈയും ക്ലോസ്ഡ് സെറ്റാണ്. സോ ദെയർ ഇൻ്റർസെക്ഷൻ ഈസ് ഓൾസോ എ ക്ലോസ്ഡ് സെറ്റ്. സോ എ ഈസ് എ ക്ലോസ്ഡ് സെറ്റ് ഇൻ എക്സ്. അതുപോലെ തന്നെ ഡിയും വൈയും ക്ലോസ്ഡ് സെറ്റ് ആയതുകൊണ്ട് ബിയും എന്തായിരിക്കും, എക്സിൽ ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ എയും ബിയും എന്താണ്, 2 ഡിസ്ജോയിൻറ്റ് ക്ലോസ്ഡ് സെറ്റ്സ് ഇൻ എക്സ് ആണ്. അപ്പോൾ എക്സ് നോർമൽ ആയതുകൊണ്ട് നമ്മൾ എന്ത് പറയാം, ദർ എക്സിസ്റ്റ് 2 ഓപ്പൺ സെറ്റ്സ് യു ആൻഡ് വി സച്ച് ദാറ്റ് എ കണ്ടെയ്ൻഡ് ഇൻ യു ആൻഡ് ബി കണ്ടെയ്ൻഡ് ഇൻ വി എന്ന് പറയാം. ഓക്കെ, now let u dash is equal to u intersection y and v dash is equal to v intersection y. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബൈ ദ ഡെഫിനിഷൻ ഓഫ് സബ്സ്പേസ് ടോപ്പോളജി നമ്മൾക്ക് എന്ത് പറയാം, യു ഇൻ്റർസെക്ഷൻ വൈയും വി ഇൻ്റർസെക്ഷൻ വൈയും സബ്സ്പേസ് ടോപ്പോളജിയിൽ ഓപ്പൺ ആയിരിക്കും. അതായത് യു ഡാഷും വി ഡാഷും എവിടെ ഓപ്പൺ ആണ്, വൈയിൽ ഓപ്പൺ ആണ്. ഇനി യു ഇൻ്റർസെക്ഷൻ വി എന്ന് പറയുന്നത് എം ടി ആയതുകൊണ്ട് യു ഡാഷ് ഇൻ്റർസെക്ഷൻ വി ഡാഷും എന്തായിരിക്കും, എം ടി ആയിരിക്കും. കാരണം എന്താണ്, യു ഡാഷ് ഇൻ്റർസെക്ഷൻ വി ഡാഷ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും, യു ഇൻ്റർസെക്ഷൻ വൈ ഇൻ്റർസെക്ഷൻ വി ഇൻ്റർസെക്ഷൻ വൈ. ആൻഡ് യു ഇൻ്റർസെക്ഷൻ വൈ യുവിൻ്റെ സബ്സെറ്റാണ്, വി ഇൻ്റർസെക്ഷൻ വൈ വിയുടെ സബ്സെറ്റാണ്. സോ ദിസ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ യു ഇൻ്റർസെക്ഷൻ വൈ, സോറി വി ഇൻ്റർസെക്ഷൻ വൈ വിയുടെ സബ്സെറ്റാണ്. സോ ദിസ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ യു ഇൻ്റർസെക്ഷൻ വി. യു ഇൻ്റർസെക്ഷൻ വി എന്താണ്, എം ടി ആണ്. അപ്പോൾ ഒരു സെറ്റ് എം ടി സെറ്റിൽ കണ്ടെയ്ൻഡ് ആണെങ്കിൽ ആ സെറ്റ് എന്തായിരിക്കണം, എം ടി ആയിരിക്കണം. അപ്പോൾ യു ഡാഷ് ഇൻ്റർസെക്ഷൻ വി ഡാഷ് എം ടി ആണ്. ഇനി നോക്കുക, നമ്മൾക്ക് എ യുവിലും കണ്ടെയ്ൻഡ് ആണ്, എ വൈയിലും കണ്ടെയ്ൻഡ് ആണ്. സോ എ ഈസ് കണ്ടെയ്ൻഡ് ഇൻ യു ഇൻ്റർസെക്ഷൻ വൈ ആയിരിക്കും, അതായത് യു ഡാഷ്. ഇൻ ദ സെയിം വേ നമ്മൾക്ക് എന്ത് പറയാം, ബി ഈസ് കണ്ടെയ്ൻഡ് ഇൻ ബി ഡാഷ് എന്നും പറയാം. സോ കറസ്പോണ്ടിങ് ടു ദ ഡിസ്ജോയിൻറ്റ് ക്ലോസ്ഡ് സെറ്റ്സ് എ ബി ഇൻ വൈ ദർ ഇസ് open sets, disjoint open sets u dash and v dash in y such that a is contained in u dash and b is contained in v dash. So നമ്മൾക്ക് എന്ത് ഫൈനലൈസ് ചെയ്യാം, y is normal. അപ്പോൾ ഒരു നോർമൽ സബ്സ്പേസിൻ്റെ ക്ലോസ്ഡ് സബ്സെറ്റ്സ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ
ദ സബ്സ്പേസ് ഓൺ ദ ക്ലോസ്ഡ് സബ്സെറ്റ് എന്തായിരിക്കും? നോർമൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി ഈ ഒരു സെക്ഷൻ ഇവിടെ കംപ്ലീറ്റ് ആയി.